ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുനിത കിച്ചൻ വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് മഞ്ഞളും അലോവേരയും കൊണ്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റി ഒരു സോപ്പിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കുറേ കൂട്ടുകാർ എന്നെ പുതുതായി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഇനിയും എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഈ സോപ്പ് എന്ന് പറയുന്നത് നമ്മുടെ മുഖക്കാന്തിയൊക്കെ വർദ്ധിക്കാൻ പറ്റിയ നല്ലൊരു സോപ്പാണ് കേട്ടോ. നമ്മൾ പുറത്തുനിന്നൊക്കെ അധികം വില കൊടുത്ത് സോപ്പ് വാങ്ങാതെ ഇതുപോലെ ഒന്ന് വീട്ടിൽ തയ്യാറാക്കി എടുക്കണേ. അപ്പോൾ നമുക്ക് ഈ സോപ്പ് എങ്ങനെയാണ് തയ്യാറാക്കിയെന്ന് നോക്കണ്ടേ? അതിന് വേണ്ടി ഞാൻ ഇവിടെ ഒരു അലോവേര എടുത്തിട്ടുണ്ട്. അതിനെ ഞാൻ ഇതുപോലെ ഒന്ന് കുത്തി വെച്ച ശേഷം അതിൻ്റെ ആ ഒരു മഞ്ഞക്കറയെല്ലാം കുറേ മാറ്റിയിട്ടുണ്ട്. അതിന് ശേഷം അതിനെ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുക്കണം കേട്ടോ. നല്ല മണ്ണും പൊടിയൊക്കെ കാണുമല്ലോ, അപ്പോൾ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയ ശേഷം ആ സൈഡിലുള്ള ആ ഒരു മുള്ളിൻ്റെ ഭാഗമൊക്കെ ഒരു കത്തി ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം. അപ്പോൾ നമുക്ക് അതൊക്കെ വച്ചിരിക്കാതെ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ അത് നമുക്ക് ഇളക്കി കളയാൻ പറ്റും കേട്ടോ. അതിനുശേഷം നമുക്കിതിൻ്റെ ആ ഒരു പുറത്തുള്ള ഒരു തൊലി ഒന്ന് ചെത്തി കളയാം കേട്ടോ. നമുക്ക് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു അലോവേര എല്ലാ ജെല്ലും നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ കട്ട് ചെയ്ത് നമ്മൾ എടുക്കണേക്കാളും ഇതുപോലെ അതിൻ്റെ പുറം തൊലി ഇതുപോലെ ഒന്ന് ചെത്തി കളയുകയാണെങ്കിൽ നമുക്ക് ഒറ്റ തന്നെ അലോവേര ജെല്ല് വേസ്റ്റ് ആവാതെ നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ അതിൻ്റെ പുറം തൊലിയെല്ലാം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇതുപോലത്തെ ഒരു ചെറിയ കത്തി ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റും. അതിനുശേഷം നമുക്കിതിനെ അതിൻ്റെ അകത്തുള്ള ആ ജെല്ലെല്ലാം ഒരു പാത്രത്തിലേക്ക് ഇളക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് കത്തി ഉപയോഗിച്ച് നമ്മൾ ഇതുപോലെ 2-3 പ്രാവശ്യമായിട്ട് ഒന്ന് കട്ട് ചെയ്ത ശേഷം ഇങ്ങനെ ഇളക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് കട്ട് ചെയ്ത് ഇങ്ങനെ ഇളക്കിയെടുക്കാൻ പറ്റും കേട്ടോ. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് വൃത്തിയാക്കി എടുക്കാൻ പറ്റും. അതിലുള്ള എല്ലാ അലോവേര ജെല്ലും നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ. ഇങ്ങനെ ഒന്ന് എടുക്കണേ. അപ്പോൾ നമുക്ക് വീടുകളിലൊക്കെ ഇതുപോലെ അലോവേരയും അതുപോലെ തന്നെ പച്ച മഞ്ഞളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ സോപ്പൊക്കെ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഇവിടെ അലോവേര ജെല്ലെല്ലാം ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ പച്ച മഞ്ഞളാണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത മഞ്ഞളാണ് കേട്ടോ, നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചതല്ല. അതുകൊണ്ട് അതിൻ്റെ പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് സോപ്പ് ബേസ് വേണം. പിന്നെ ഇതിലേക്ക് വേണ്ടത് നമുക്ക് ആ ഒരു മണത്തിനനുസരിച്ച് ഒരു സ്മെല്ലിന് വേണ്ടി നമുക്കൊരു പെർഫ്യൂം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്തിരി മണം വേണമല്ലോ. പിന്നെ ഇതിലേക്ക് കുറച്ച് റോസ് വാട്ടർ എടുത്തിട്ടുണ്ട് കേട്ടോ. റോസ് വാട്ടർ വേണമെങ്കിൽ എടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് ഇളക്കി വെച്ചിരിക്കുന്ന അലോവേരയുടെ ജെല്ലെല്ലാം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിന് ശേഷം നമുക്കിതിനെ നല്ലതുപോലെ അരച്ചെടുക്കണം. അരച്ചെടുത്തുകൊണ്ട് ആ ഒരു കൂട്ട് നമുക്ക് നല്ലതുപോലെ അരിച്ച് അതിൻ്റെ ആ ഒരു കൊത്തെല്ലാം ഒന്ന് മാറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ സോപ്പിൽ കൊത്തൊക്കെ ഇടുന്നേക്കാളും ഇതുപോലെ അരിച്ച് ആ ഒരു ജ്യൂസ് മാത്രം എടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ലതായിട്ട് സോപ്പ് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പം ഞാൻ അതവിടെ കുഞ്ഞരിപ്പിൽ വെച്ചാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഒട്ടും തന്നെ പൊടി വീഴാതെ തന്നെ നല്ലതുപോലെ അരിച്ച് നമുക്ക് ആ ജ്യൂസ് മാത്രം എടുക്കാൻ പറ്റും കേട്ടോ. അപ്പം ഞാൻ അതവിടെ എല്ലാ മഞ്ഞളും അലോവേരയും നല്ലതുപോലെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പെർഫ്യൂം ചേർത്ത് കൊടുക്കാം. നമ്മൾ സോപ്പ് ഒക്കെ വാങ്ങിക്കുന്ന സോപ്പിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്ന കടയിൽ ചോദിച്ചു കഴിഞ്ഞാൽ അവരത് തരും കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് എടുത്തിരിക്കുന്ന സോപ്പ് ബേസാണ്. അപ്പോൾ ഇത് 1 കിലോയുടെ ബേസാണ് കേട്ടോ. അപ്പം ഞാൻ ഇതിൽ നിന്ന് ഒരു 300 ഗ്രാം അളവിന് മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പം ഞാൻ ഇവിടെ കുറച്ച് അളവിൽ മാത്രമാണ് സോപ്പ് തയ്യാറാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാം ഒന്നിച്ച് ചെയ്ത് വയ്ക്കില്ല. അപ്പോൾ കുറച്ച് വിധ സോപ്പ് അപ്പോൾ പല രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുമല്ലോ. നമുക്ക് വേപ്പലുണ്ട് തയ്യാറാക്കാം. അപ്പോൾ നമ്മൾ ഒരു ഇത് മാത്രം ചെയ്യാതെ ഇതുപോലെ സോപ്പ് ബേസ് വാങ്ങിച്ച് വെച്ചിട്ട് ഓരോ സോപ്പ് വിധം നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഒരു 300 ഗ്രാം അളവിന് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം നമുക്കിതിനെ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് മെൽറ്റാക്കി എടുക്കാൻ പറ്റും. വലിയ കഷ്ണങ്ങളാക്കി ഇടുന്നേക്കാളും ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് പാത്രത്തിൽ ഇട്ട് കൊടുക്കുന്നത് നല്ലത് കേട്ടോ. അപ്പം ഞാൻ ഇവിടെ ഇത് സോപ്പ് ബേസ് നമ്മുടെ ഗ്ലിസറിനൊക്കെ അടങ്ങിയ സോപ്പ് ബേസാണ്. അതുകൊണ്ട് നമുക്ക് അതിൽ ഗ്ലിസറിനെ ഞാൻ ഇതിൽ ചേർക്കുന്നില്ല. പിന്നെ നമുക്ക് ഇത് ഗോഡ് മിൽക്കൊക്കെ അടങ്ങിയ സോപ്പ് ബേസൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ, മിൽക്ക് അടങ്ങിയത്. അപ്പം ഞാൻ ഇവിടെ ഗ്ലിസറിൻ അടങ്ങിയതാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ ഇനി ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. എല്ലാവരും എൻ്റെ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യണം. പുതിയ കൂട്ടുകാർ ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം ഞാൻ ഇവിടെ സോപ്പ് ബേസ് എല്ലാം ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലത്തെ ഒരു സ്റ്റീൽ പാത്രങ്ങളിലോ നമുക്ക് എടുത്താൽ മതി കേട്ടോ. ഏത് പാത്രമായാലും കുഴപ്പമില്ല.
അപ്പം ഞാൻ അതവിടെ പാത്രത്തിലെല്ലാം ആക്കിയിട്ടുണ്ട്. ഇനി ഞാൻ ഇവിടെ ഒരു പാനിലേക്ക് വെള്ളം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അത് ചൂടായി വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു 5-10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് നല്ലതുപോലെ അലിഞ്ഞ് വരും. പെട്ടെന്ന് തന്നെ അത് മെൽറ്റായി കിട്ടും കേട്ടോ. അധികം നമുക്ക് താമസമില്ല. അപ്പോൾ ഇതിവിടെ മെൽറ്റായി വരുന്നുണ്ട്. ഒന്ന് സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാം നല്ലതുപോലെ മെൽറ്റായി കിട്ടും. അപ്പം നമ്മൾ കടയിൽ നിന്നൊക്കെ വലിയ വിലകൾ കൊടുത്ത് സോപ്പ് വാങ്ങാതെ ഇതുപോലെ നമ്മൾ നാച്ചുറലായിട്ടുള്ള സോപ്പുകൾ വീട്ടിൽ തയ്യാറാക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ നമ്മുടെ ദേഹത്ത് വരുന്ന ചൂടുകുരു, അതുപോലെ തന്നെ ചൊറിച്ചിൽ, ഇതൊക്കെ മാറ്റാൻ നല്ലതാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ തയ്യാറാക്കുന്ന സോപ്പുകൾ, നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന സോപ്പുകൾ പല കെമിക്കലും അടങ്ങി വരുന്ന സോപ്പുകളായിരിക്കും. എന്നിട്ട് നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോൾ ഒട്ടും തന്നെ കെമിക്കലൊന്നും അടങ്ങാതെ നല്ല രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ഇതിലേക്ക് ഞാൻ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു മഞ്ഞളും അലോവേരയുള്ള ജെല്ലും കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. അതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ചൂടോടെ തന്നെയാണ് നമ്മൾ ഇത് ആ ഒരു മോൾഡിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തത് ആ ഒരു മണത്തിന് ആ പെർഫ്യൂം കുറച്ചൊന്ന് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഏത് പെർഫ്യൂം, ഏത് സോപ്പിൻ്റെ മണമാണ് വേണ്ടത് അത് അവരോട് പറഞ്ഞാൽ മതി. നമുക്ക് കടയിൽ നിന്ന് കിട്ടും കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്തത് റോസ് വാട്ടറാണ്. അത് കുറച്ച് അളവിൽ മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അത് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അത് ചേർക്കണ്ട കേട്ടോ. ഇനി നമുക്ക് ഈ ചൂടോടെ തന്നെ ആ ഒരു ഇത് നമ്മളുടെ മോൾഡിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പം ഞാൻ ഇവിടെ ഇത് അധിക സോപ്പ് ഞാൻ ചെയ്യുന്നില്ല. ഒരു 5 സോപ്പിന് അളവിലാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാം ഞാൻ സോപ്പ് മോൾഡിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ അത് കഴിഞ്ഞ ശേഷം നമ്മുടെ ഈ ഒരു പുറത്ത് നിൽക്കുന്ന ആ ഒരു പതയില്ലേ, അതെല്ലാം ഒന്ന് മാറ്റി കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ സോപ്പ് തയ്യാറാക്കി എടുക്കുമ്പോൾ ഒട്ടും തന്നെ ഭംഗി കാണില്ല. നമ്മളൊരു സ്പൂൺ ഉപയോഗിച്ച് നമുക്ക് ആ ഒരു അതിൻ്റെ പുറത്തുള്ള ആ ഒരു പതയെല്ലാം നമുക്ക് ഇതിനൊന്ന് മാറ്റി കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ ഈ സോപ്പിനെ 2-3 മണിക്കൂർ വയ്ക്കണം. പക്ഷേ എൻ്റെ സോപ്പ് ഞാൻ ഇവിടെ 1 മണിക്കൂർ ആകുമ്പോൾ തന്നെ നല്ലതുപോലെ സെറ്റായി കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ അല്ലെങ്കിൽ നിങ്ങൾ 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂറൊക്കെ വച്ച ശേഷം എടുക്കുന്നതാണ് നല്ലത്. ഞാൻ ഇവിടെ പെട്ടെന്ന് തന്നെ 1 മണിക്കൂർ ആകുമ്പോൾ തന്നെ അത് നമുക്ക് നല്ലതുപോലെ സെറ്റായി കിട്ടും. അപ്പോൾ ഇവിടെ സോപ്പൊക്കെ ഒന്ന് സെറ്റാവാൻ വേണ്ടി ഞാൻ വച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ 1 മണിക്കൂർ ആയിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഞാൻ ഇവിടെ സോപ്പൊന്ന് എടുക്കുകയാണ്. പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടോ, നല്ലതുപോലെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ പതുക്കെ ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. പെട്ടെന്ന് ഒരു സ്പീഡ് കാണിച്ച് ഇളക്കാതെ ഇതുപോലെ പതുക്കെ ഒന്ന് ഇളക്കിയെടുക്കുകയാണെങ്കിൽ നല്ലതുപോലെ സോപ്പ് കിട്ടും. നല്ല സോപ്പാണ് കേട്ടോ. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിനേക്കാളും നല്ലൊരു നാച്ചുറലായിട്ടുള്ളൊരു സോപ്പാണ്. അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെയൊക്കെ സോപ്പ് ബേസ് വാങ്ങിച്ച് നിങ്ങൾ വീട്ടിൽ സോപ്പ് തയ്യാറാക്കി എടുക്കണം കേട്ടോ. പെട്ടെന്ന് മോൾഡില്ല എന്ന് പറഞ്ഞ് ഒട്ടും തന്നെ വിഷമിക്കേണ്ട. നമ്മുടെ വീട്ടിലുള്ള സ്റ്റീൽ പാത്രങ്ങളോ അല്ലെങ്കിൽ ചായ കുടിക്കാൻ ഉപയോഗിക്കുന്ന പേപ്പർ കപ്പോ എന്തായാലും മതി, നമുക്ക് സോപ്പ് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അധികം പൈസ ചിലവില്ലാതെ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് സോപ്പ് തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി അറിയിക്കാനും മറന്നുപോലെ. പുതിയ കൂട്ടുകാർ ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.